സുരേഷ് ഗോപി എന്ന വ്യക്തിയെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ ആസ് എ പൊളിറ്റീഷ്യൻ ആൻഡ് ആസ് എൻ ആക്ടർ ഹൃദയം കൊണ്ട് സമ്മതിക്കുന്ന ഒരാളായിട്ട് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അത് അങ്ങനെ തന്നെയാണ്, പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. എൻ്റെ നേച്ചർ അത് തന്നെയാണ്. അതിന് തമിഴിലൊരു വാക്ക് MGR പറയും, അത് രജനീകാന്തും പറയും. രണ്ടുപേരും എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്സ് ആണ്. ഫോർ ബീയിങ് ഹ്യൂമൻസ്. ഈവൻ ജയലളിത, ഇത്രയും പേരേ ഉള്ളൂ. പിന്നെ കാമരാജ് ഇസ് കോൺഗ്രസ്. അണ്ണാദുരൈയും ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. ആരാധന തന്നെയാണ്. അതങ്ങനെ അതിനകത്ത് രാഷ്ട്രീയം നോക്കാനൊക്കത്തില്ല. ഇൻഡിവിജ്വൽസ് കൗണ്ട് and all that forms as glitter to any party is the glitter transferred from such individuals. അങ്ങനെ വരുന്നതാണ് ആ പാർട്ടിയുടെ ബലം. അപ്പം കാമരാജിൻ്റെ കോൺഗ്രസ് എന്നാണ് എനിക്ക് സ്നേഹം വരുന്നത് കോൺഗ്രസിനോട്. ലീഡറുടെ കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസിനോടായിരുന്നു എനിക്കിഷ്ടം. ഇഷ്ടമേ ഉള്ളൂ. ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ? ഇല്ല. ഐ വാസ് നോട്ട് കോൺഗ്രസ്. SFI ഞാൻ എന്താ ആദ്യം പറഞ്ഞ? ഐ വാസ് ഇൻ ദാറ്റ് ഗ്രൂപ്പ്. മെമ്പർഷിപ്പ് ഇല്ല. ലെറ്റ് ദം പ്രൂവ്. ഒരിക്കലല്ല. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഇപ്പോഴും പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട വരുന്ന റിസൾട്ട്സ് റിക്വസ്റ്റ് ഒന്നും ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. സോറി, ദാറ്റ് ഈസ് നോട്ട് യുവർ ഹേവൻ. ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് വിങ്. അതിനൊരു ട്രസ്റ്റ് ഉണ്ട്. അവർ തീരുമാനിച്ചോളും. എനിക്ക് ചിലത് കാണുന്നതും കേൾക്കുന്നതും എനിക്ക് തോന്നും ഇത് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഞാൻ അവരെ അറിയിക്കും, അവരത് ചെയ്യും. അല്ലാതെ ഇങ്ങോട്ട് ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഞാനിവിടെ മരം വെച്ചൊന്നും പിടിപ്പിക്കുന്നില്ല. നിങ്ങൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയൊക്കെ എൻ്റെ കാലഘട്ടത്തിന് മുമ്പേ വന്ന ആൾക്കാരാണ്. അവരുടെ ഒരു അമാസ്ഡ് വെൽത്തും എൻ്റെതും നിങ്ങൾ വേണമെങ്കിൽ ഒരു റിയാലിറ്റി ചെക്കിനിട്. ഐ എം nowhere near them. Nowhere. അല്ല അതാ പറഞ്ഞ്. അപ്പോൾ ചാരിറ്റി എന്ന് പറഞ്ഞൊരു കണക്റ്റ് അങ്ങ് എടുത്തു. അതുകൊണ്ട് എനിക്ക് ആ മറുപടി പറഞ്ഞേ പറ്റൂ. ചാരിറ്റിയുടെ കണ്ടിന്യൂവേഷൻ ആണോ ഈ പൊളിറ്റിക്സ് എന്ന് ചോദിച്ചത് വാസ് എ വിഷ്യസ് ക്വസ്റ്റ്യൻ. The roles that you play are really related. That is what I said. It is not that. Why just attach me to just commissioner? I am the collector. I am the romantic collector in Vinay Chandran in Pranay Varnangal. I am that. I am the collector in collector. You go check the timber of the character in that film. You'll see Suresh Gopi in that. See, is it my fault? My writers and producers even, why did they get me stuck to a certain very regular what do you call it, beat around the bush, run of the mill kind of films? Why did they get me stuck to that, Ron? Why? That fetched them money and they knew that I was well versed in that. They were the first real politicians who found the people's man in me. So which means you carry that persona to your family. I have to. It gets embedded in your bloodstream. ഞാൻ വൈപ്പിനിലല്ല CM ദേവസി എന്ന് പറയുന്ന ഷൺമുഖദാസ് സാറിൻ്റെ പാർട്ടിയുടെ ഒരാളാണ് എന്നെ അവിടെ കൊണ്ടുപോയി കാണിച്ചത്. ഞാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടി മെമ്പറല്ല. CM Devasi was leader's favorite boy. I don't think any one of you will know him. But go to Vaipan and find out. Get his etymology. He took me there. അതിനുശേഷം എൻ്റെ 3 സിനിമയിലാണ് ഞാൻ പുഷ് ചെയ്തത്. ഇതിനകത്ത് ഇത് കയറട്ടെ. അതാണ് ബഹുദൂരം മുന്നോട്ട്. ഇൻഫോ പാർക്കിന് 800 ചില്ലുവാനം കോടി, മറ്റതിന് 1200 കോടി. ഈ പറഞ്ഞ കോടികളൊന്നും വേണ്ട സാർ. ആ വൈപ്പിനിലെ പെണ്ണുങ്ങൾക്ക് കഴുകാനും കുടിക്കാനും വെള്ളമില്ല. എത്തിച്ചു കൊടുക്കാൻ ഈ പറയുന്ന കൊലപ്പിച്ച കോടികളുടെ ഒന്നും ആവശ്യമില്ല. ഹൃദയം ഉണ്ടായാൽ മതി. കാണണം, മനസ്സിലാക്കണം, ചെയ്യണം. See? It came. ഇത് തന്നെ പത്രത്തിൽ പറഞ്ഞില്ലേ?
ഈ ആരാധനയും ആരാധനാക്രമങ്ങളും വലിയ വലിയ അച്ഛന്മാരുടെയും അമ്മമാരുടെയൊക്കെ സ്ഥാനാരോഹണമല്ല വലുത്. വൈപ്പിൻ എന്ന് പറയുന്ന ഒരു ചെറിയ ദ്വീപുണ്ട് ഇവിടെ. അവിടെ ദാഹനീരിന് വേണ്ടി തൊണ്ട പൊള്ളി നിലവിളിക്കുന്ന പൈതങ്ങളെയും ഇടുപ്പിലേന്തി മന്ത്രിപുങ്കവന്മാരുടെ സഞ്ചാരപഥങ്ങളിലും കളക്ടർ ഏമാൻ എന്ന തുക്കിടി സാഹിബിൻ്റെ ബംഗ്ലാവ് പഠിക്കലും ചെന്ന് ദാഹനീരിന് വേണ്ടി തൊണ്ട പൊള്ളി നിലവിളിക്കുന്ന പൈതങ്ങളുടെ കണ്ണുകളാവണം വാർത്ത. അവരെ ഇടുപ്പിലേന്തി നിൽക്കുന്ന അമ്മമാരുടെ കണ്ണുകളാവണം വാർത്ത. And there. So ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ഉള്ളിലുണ്ടോ? Yes. If you ask me, charity is not the politician that you see in me. It is these characters. You will have to blame the writers for having prepared the foundation for the politician and let me grow. You find fault with them, not me. Politician ആവണമെന്ന് വിചാരിച്ചൊരു മൊമെന്റ് ഉണ്ടാവില്ലേ? ഇല്ല. You ask your prime minister if you get a private moment. Go and ask him. 2014 meeting was, he thought it was my joining the party. അതെങ്ങനെയാ അദ്ദേഹത്തിന്റെ റഡാറിൽ സുരേഷ് ഗോപി? അതെനിക്കറിയത്തില്ല. എങ്ങനെ വരുന്നുണ്ട്? അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് എൻ്റെ 1-2 സിനിമകളിലെ കഥാപാത്രം കൈലാസനാഥൻ പറഞ്ഞു കൊടുത്തത് വെച്ചാണ്. എങ്ങനെയാണ് ഇയാളുടെ ജനങ്ങളുടെ ഹൃദയത്തിലേക്കുള്ള വിൻഡോ അല്ലെങ്കിൽ ഗേറ്റ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കോടീശ്വരൻ. എന്നോട് ആവശ്യപ്പെട്ടത് ഞാൻ നിഷേധിച്ചു. ഞാൻ അവസാനം പറഞ്ഞു, ഞാൻ പാപം ചെയ്യില്ല, ഞാൻ ഒരാളുടെ കണ്ണീരിന് കാരണമാകത്തില്ല, തയ്യാറെടുത്ത ഒരാൾ നിൽപ്പുണ്ട്, ഒരു കാരണവശാലും ഞാൻ വരില്ല. ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് സാക്ഷി വേണമെങ്കിൽ മുത്തുണ്ട് രാജഗോപാൽ എറണാകുളത്ത്, അയാളോട് ചോദിക്കും. എന്താണ് ആദ്യം അരമണിക്കൂർ എന്നെ നിർബന്ധിച്ചപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞതെന്ന് വളരെ പൊളൈറ്റായിട്ടാണ് ഞാൻ പറഞ്ഞു. ഐ കനോട്ട്. അതിന് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരാളുണ്ട്, തെസ്പിയനാണ്. അങ്ങേരുടെ കണ്ണീരെന്നെ ദഹിപ്പിച്ച് കളഞ്ഞാൽ ഒരിക്കലും ഗുരുത്വദോഷം ചെയ്യില്ല. അത് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് നോ ഡോണ്ട്. അത് കഴിഞ്ഞ് എത്രയൊക്കെ ഇഷ്യൂ ഉണ്ടായി ഞാൻ അദ്ദേഹത്തെ കണ്ടതിൻ്റെ പേരിൽ എൻ്റെ സിനിമ വരെ നശിപ്പിച്ച് കളഞ്ഞില്ലേ ഇവിടെ. ആ സമയത്തെല്ലാം ചോദിച്ചു, ഇസ് ദ ടൈം റൈപ്പ്? നോട്ട് പൊളിറ്റിക്സ്. പക്ഷേ 2015 എനിക്ക് ഡിസൈഡ് ചെയ്യേണ്ടി വന്നു. ഈ വിഴിഞ്ഞത്തിന് വേണ്ടി ഞാനൊരു പ്ലോസിബിൾ മെത്തഡോളജിയാണ് പ്രസൻറ്റ് ചെയ്തത്. ഞാനവിടെ പ്രസംഗിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഹിന്ദുക്കൾ വിചാരിച്ചാലേ പോർട്ട് വരുന്നു എന്ന് ഞാൻ പറഞ്ഞത് മാതൃഭൂമി സ്ക്രോൾ ഇട്ടപ്പം ഐ കുഡ് നോട്ട് ടേക്ക് ഇറ്റ്. ഞാനൊരു കൺസോർഷ്യം ഉണ്ടാക്കുന്നത്, ഇതൊരു മുതലാളി ഇതിന് വരരുത്, ഇത് കേരളത്തിലെ ജനങ്ങളുടെ പ്രോപ്പർട്ടി ആയിരിക്കണം, അതിനൊരു സ്രോതസ് അവിടെയുണ്ട്, ആ സ്രോതസ് എടുക്കണ്ട, അടം വെച്ചുകൊണ്ട് നമുക്ക് 10,000 കോടി റേസ് ചെയ്യാൻ പറ്റിയാൽ ഇതിൻ്റെ ആദ്യത്തെ 2 ഫേസസ് വരും. ഇതാണ് പ്രസംഗിച്ചത്. പക്ഷേ അതിന് ഹിന്ദുക്കൾ അവരുടെ സമചിത്തത പാലിച്ചുകൊണ്ടൊരു സമവായത്തിലെത്തിയാൽ മാത്രമേ അത് നടക്കൂ. പിന്നെ പത്മനാഭസ്വാമിയുടെ സ്വത്തെടുക്കാനായിട്ട് പിന്നെ ഹിന്ദു അല്ല വേറെ ആരാ വരണ്ട സാർ പറഞ്ഞു. എന്തൊക്കെയോ ഉണ്ടായി, അതെന്നെ വല്ലാണ്ട് തകർത്ത് കളഞ്ഞു. അന്നേരവും ഞാൻ വഴങ്ങിയില്ല. പക്ഷെ 2015 ഓഗസ്റ്റിലാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഈ KSFDC NFDC വന്നു. എന്നെ വിളിച്ചു. അരുൺ ജെയ്റ്റ്ലിജി ഇൻ്റർവ്യൂ ചെയ്തു. റത്തോടാണ് എന്നെ കൊണ്ടുപോയത്. പക്ഷെ അത് കഴിഞ്ഞ് പ്രൈം മിനിസ്റ്റർ അത് ബ്ലോക്ക് ചെയ്തത്. അത് പിന്നെ അമിത്ഷാജിയാണ് എന്നോട് പറഞ്ഞത്, നോ ലെറ്റ് ഹിം ഫ്രീ, ഐ നീഡ് ഹിം. അതിനകത്ത് പോയി ഇരുന്നാൽ വേറൊന്നും പറ്റത്തില്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയല്ലേ.